നമസ്കാരം. തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായത് മുന്നിൽ നിന്ന് നയിച്ച നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് എന്ന് CPM. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്. അതായത് പ്രമുഖ നേതാക്കളുടെ വ്യക്തിഗത ശൈലി പാർട്ടിയുടെ പൊതു സ്വഭാവമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമായി. ദീർഘകാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ബംഗാളിൽ പോലും നേതാക്കളുടെ ധാർഷ്ട്യത്തിന് കുറവില്ലായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നും പരമ്പരാഗതമായി കൂടെ നിന്ന ജനവിഭാഗങ്ങളെയും അണികളെയും അകറ്റാൻ മാത്രമേ ഇത്തരം പെരുമാറ്റങ്ങൾ ഉപകരിച്ചുള്ളൂ എന്നാണ് യോഗത്തിൽ വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രണ്ടാം ദിനത്തിലാണ് പാർട്ടി പ്രവർത്തനത്തിൽ വരുത്തേണ്ട കാതലായ മാറ്റങ്ങളെക്കുറിച്ച് രൂക്ഷമായ ചർച്ച നടന്നത്. നേതൃത്വത്തിന്റെ ശൈലിയാണ് പിഴച്ചതെന്നും അത് തിരുത്താതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നതാണ് പൊതുവികാരം. വെറുമൊരു സാധാരണ തിരുത്തൽ രേഖ കൊണ്ട് കാര്യമില്ല എന്നും സംഘടനയുടെ പ്രവർത്തന രീതിയിൽ ആഴത്തിലുള്ള പൊളിച്ചെഴുത്ത് വേണമെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തോൽവിയുടെയും വോട്ടു ചോർച്ചയുടെയും പ്രധാന ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനാണ് എന്ന വികാരം യോഗത്തിൽ പ്രകടമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരുടെ നയങ്ങളോടും ശൈലിയോടും കേന്ദ്ര നേതാക്കൾ പലരും അതൃപ്തി പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ താഴെ തട്ടിൽ നിന്നും ഉയർന്ന ന്യായമായ പരാതികൾ പോലും പരിഹാസത്തോടെയാണ് നേതൃത്വം കണ്ടതെന്ന വിമർശനവും യോഗത്തിൽ ശക്തമാണ്. തോൽവിക്ക് ശേഷം ആഴത്തിലുള്ള സ്വയം വിമർശനത്തിന് തയ്യാറാകാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട്. പാർട്ടിയുടെ ഉറച്ച കോട്ടകളായ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പോലും അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് കണ്ണൂരിലെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് യോഗത്തിൽ കുറ്റപ്പെടുത്തി. ജനങ്ങളുമായും അണികളുമായും ബന്ധമില്ലാത്ത അടഞ്ഞ സംവിധാനമായി പാർട്ടി മാറരുതെന്നും എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടായി എങ്കിലും തൽക്കാലം പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ല എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കനത്ത തോൽവിക്ക് പിന്നാലെ ധൃതി പിടിച്ച നേതൃമാറ്റം സംഘടനയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്നും ഭാവിയിൽ പിണറായിയെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമായിരിക്കും നേതൃത്വത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കുക. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പുലർത്തുന്ന രോക്ഷാകുലമായ ശൈലി മാറ്റണമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത്. ഡൽഹിയിലെ യോഗത്തിനിടയിലും മാധ്യമപ്രവർത്തകരോട് പിണറായി നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വീണ്ടും മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും മാധ്യമങ്ങളെയും ജനങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തുന്ന ഭരണപക്ഷത്തിന് മാത്രമേ ഗുണം ചെയ്യൂ എന്നും കേന്ദ്ര നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരസ്യ പ്രസ്താവനകളും കേന്ദ്ര നേതൃത്വത്തിന്റെ കടുത്ത നിരീക്ഷണത്തിലാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അതിനുശേഷവും അദ്ദേഹം നടത്തിയ പല അപക്വമായ പ്രസ്താവനകളും വോട്ടർമാരെ അകറ്റാൻ കാരണമായി. വരുന്ന ദിവസങ്ങളിൽ ഗോവിന്ദന്റെ വാക്കും പ്രവൃത്തിയും കൃത്യമായി വിലയിരുത്താനാണ് ഡൽഹിയുടെ നീക്കം. ഭരണക്ഷയം മുതലാക്കാൻ കഴിയാത്ത വിധം പ്രതിപക്ഷം എന്ന നിലയിൽ CPM ദുർബലമായതിലും യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകേണ്ടതിന് പകരം നേതാക്കളുടെ വ്യക്തിഗത വാശി കാരണം പാർട്ടി പ്രതിരോധത്തിലാകുന്നത് അനുവദിക്കാനാകില്ല. അടിത്തട്ടിലുള്ള തിരുത്തലുകളുടെ മാത്രം CPMന് കേരളത്തിൽ തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന് കേന്ദ്ര നേതൃത്വം ഊന്നിപ്പറയുകയാണ്. ജനങ്ങളെയും അനുഭാവികളെയും കൂടുതൽ അടുപ്പിച്ചു നിർത്താനുള്ള അടിയന്തര നടപടികളിലേക്ക് കടക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനം. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും വാർത്താ സമ്മേളനത്തിലും സംയമനം പാലിക്കാൻ പിണറായിയോട് പ്രമുഖ കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏതായാലും വരുന്ന മാസങ്ങളിൽ CPMൽ സംഘടനാപരമായ വലിയ തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് ഡൽഹിയിലെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗം. ഇതിനോട് തന്നെ, അതായത് പിണറായിയുടെ ശൈലി മാറ്റിയില്ലെങ്കിൽ അത് വലിയൊരു പണി തന്നെ പാർട്ടിക്ക് നൽകുമെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ.